الحمد لله الذي سبحت له السماوات وأملاكها والنجوم وأفلاكها والأرض وسكانها والبحار وحيطانها والجبال والشجر والدواب وكثير من الناس أحمده سبحانه والصلاة على الهادي البشير والسراج المنير صلى الله عليه وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. كلا لينبذن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. ഏറെ സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമെന്ന് ആദ്യമായി എന്നോടും കൂടെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖികളായ ആളുകളുടെ വിഭാഗത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മയും തിന്മയും വേർതിരിച്ച്, ഹലാലും ഹറാമും വേർതിരിച്ച്, അള്ളാഹുവിൻ്റെ പരലോക വിചാരണയെയും അവൻ്റെ നരകശിക്ഷയെയും ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖും കർമ്മങ്ങൾക്കുള്ള തൗഫീഖും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏപ്രിൽ മാസം അവസാനിച്ച് മെയ് മാസത്തിലേക്ക് പ്രവേശിച്ചതോടുകൂടി ചൂട് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് സംവിധാനിച്ച ചില നടപടിക്രമങ്ങളുണ്ട്, ചില രീതികളുണ്ട്. അത് അതിൻ്റെ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കും. പലപ്പോഴും ചൂടിൻ്റെ ശക്തി നമ്മൾ എടുത്തു പറയാറുണ്ട്. ഒരു ദിവസം തന്നെ 2-3 തവണ ചിലപ്പോൾ കുളി എന്ന പേരിൽ അല്ലെങ്കിലും തലയിൽ വെള്ളം കോരി ഒഴിക്കുക എന്ന വാക്ക് പറഞ്ഞുകൊണ്ടെങ്കിൽ നമ്മളൊന്ന് കുളിക്കാറുണ്ട്, ആവർത്തിച്ച് വെള്ളം കുടിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ചൂടിൻ്റെ പ്രയാസം കൊണ്ടും അതിൻ്റെ ശക്തി കൊണ്ടും ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ലോകം എന്ന് പറയുന്നത് പരീക്ഷണത്തിൻ്റെതാണ്. സുഖം, ദുഃഖം, സന്തോഷം, വിഷമം, ചൂട്, തണുപ്പ്, അങ്ങനെ ഏറ്റക്കുറച്ചിലുകളായി പലതും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖളാഇൽ തൃപ്തി അടഞ്ഞുകൊണ്ട് ആര് ക്ഷമയോടുകൂടി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ള, ആര് നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ള പരിശോധനയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ കാര്യങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം ഇതിലൊക്കെ ചില പാഠങ്ങളുണ്ട്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏത് കാര്യവും അവന് ചിന്തോദ്ദീപകമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ച ചില ശിക്ഷാ നടപടികൾ പരലോകത്ത്, അതിലേക്കൊക്കെ മനുഷ്യന്റെ ചിന്തയെ കൊണ്ടെത്തിക്കാനും ആ ശിക്ഷയുടെ കാഠിന്യം മനുഷ്യൻ, അതിന്റെ ഗൗരവം മനുഷ്യൻ മനസ്സിലാക്കാനും വേണ്ടിയൊക്കെ ആയിരിക്കാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളൊക്കെ ചിലതൊക്കെ ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. സൂറത്തുൽ ഫുർഖാനിന്റെ 61-62 ആയത്തുകൾ
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, തബാറകല്ലദീ ജഅല ഫിസ്സമാഇ ബുറൂജാ വജഅല ഫീഹാ സിറാജൻ വഖമറൻ മുനീറാ. അല്ലാഹുവാണ് ആകാശത്തെ മണ്ഡലങ്ങളായി തിരിച്ചത്. അതിൽ നല്ലൊരു വിളക്ക് അല്ലാഹു തആല സ്ഥാപിച്ചു. പ്രകാശിക്കുന്ന, അല്ലെങ്കിൽ പ്രകാശം നൽകുന്ന, പരത്തുന്ന ഒരു ചന്ദ്രനെയും സ്ഥാപിച്ചു. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ. അവനാണ് രാത്രിയെയും പകലിനെയും ഇങ്ങനെ മാറി മാറി വരുന്നതായി സംവിധാനിച്ചവൻ. ഇതൊക്കെ എന്തിനാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറാ. ആ റബ്ബിന് നന്ദി കാണിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നന്ദി കാണിക്കാനും. കാരണം ആവശ്യമായ ചന്ദ്രൻ ആവശ്യത്തിന്, സൂര്യൻ ആവശ്യത്തിന്, രണ്ടിന്റെയും വെളിച്ചം, അതേപോലെ തന്നെ രാവും പകലും ഒക്കെ മനുഷ്യന് ആവശ്യങ്ങളാണ്. അപ്പൊ നന്ദി വേണം. അങ്ങനെ നന്ദി കാണിക്കാൻ തയ്യാറുണ്ടോ? നന്ദി കാണിച്ചോ. അതോടൊപ്പം അന്യദ്ദക്കർ, ആലോചിക്കാൻ, ചിന്തിക്കാൻ, ആ ചിന്തയിലൂടെ മനുഷ്യൻ ഗുണപാഠം ഉൾക്കൊള്ളാൻ, അതിലൂടെ തന്റെ ജീവിതത്തെ പരിശുദ്ധമാക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ ഖിയാമത്ത് നാളിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുന്ന രംഗത്തെ കുറിച്ച് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഗുണപാഠം ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ അതാണ്. ഏത് കാര്യത്തെയും തന്റെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തണം. കാരണം എല്ലാവരും മരിക്കാനുള്ളവരാണ്. മരിച്ചു ദ്രവിച്ചു പോവുകയല്ല, ശേഷം മറ്റൊരു ജീവിതമുണ്ട്, ഉറപ്പുള്ള നമ്മുടെ വിശ്വാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദ്രി ശംസു യൗമൽ ഖിയാമത്തി മിനൽ ഖൽഖി ഹത്താ തകൂന മിൻഹും കമിഖ്ദാർ മീൽ. നാളെ ഖിയാമത്ത് നാളിൽ സൂര്യൻ അടുക്കും. ഖിയാമത്ത് നാളിൽ മനുഷ്യരിലേക്ക് എത്രത്തോളം? കമിഖ്ദാർ മീൽ, ഒരു മൈൽ അകലം, ഒരു മീൽ അകലം എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. എന്താണ് ഈ മീൽ എന്ന് പറഞ്ഞാൽ? ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന റാവി, റിപ്പോർട്ടർ സലീം ബിൻ ആമിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫവല്ലാഹി, അല്ലാഹുവാണ് സത്യം, മാ അദ്രി മാ യാനി ബിൽ മീലി. ഹദീസിൽ പ്രവാചകൻ പറഞ്ഞ മീല് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. ആ മസാഫത്തുൽ അർളി, അത് ഭൂമിയുടെ അളവാണോ എന്ന്. ചിലപ്പോ ഭൂമി അളക്കാൻ നമ്മൾ മൈല് കണക്ക് പറയാറുണ്ടല്ലോ, കിലോമീറ്റർ പോലെ മൈല് കണക്ക് പറയാറുണ്ട്. ആ അളവാണോ? അമ്മൈലുല്ലദീ തുഖ്തഹലു ബിഹിൽ ഐൻ. കണ്ണിന് ഈ സുർമക്കുപ്പിയിൽ ചെറിയൊരു ഗ്ലാസിന്റെ ചെറിയൊരു കമ്പുണ്ടാവും. അത് സുർമ തേക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമ്പ്. അതിനും അറബി ഭാഷയിൽ മൈലി എന്ന് തന്നെയാണ് പറയാ. അപ്പൊ ഇതാ അത്രയും അടുത്ത ആ വലുപ്പത്തിലാണോ, അതോ ഭൂമി അളക്കുന്ന മൈലിന്റെ ദൂരം ആ അളവിലാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു. അദ്ദേഹം വീണ്ടും പറയാം, ഫയകൂനുന്നാസു അലാ ഖദ്രി അമാലിഹിം ഫിൽ അർഖ്. നാളെ ഖിയാമത്ത് നാളിൽ ഓരോരുത്തരും തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കനുസരിച്ച് വിയർപ്പിൽ മുങ്ങിയിരിക്കും. എല്ലാവരും ഒരേപോലെ അല്ല. കാരണം അല്ലാഹു തആല നീതിമാനാണ്. നല്ലവർക്ക് നന്മ കൊടുക്കണം, തെറ്റ് ചെയ്തവർക്കോ അതിൻ്റെതായതും കൊടുക്കണം. അതിനാണല്ലോ പരലോകം. അത് നരകത്തിലും സ്വർഗത്തിലും എത്തിയതിനു ശേഷം മാത്രമൊന്നല്ല, അതിനു മുമ്പ് തന്നെ റബ്ബിന്റെ പരിപൂർണമായ നീതി നടപ്പിലാക്കി തുടങ്ങും. ശിർക്ക് ചെയ്തവൻ, ശിർക്ക് ചെയ്യാത്തവൻ പരലോകത്ത് രണ്ടും ഒരുപോലെയല്ല. നമസ്കരിച്ചവൻ, നമസ്കരിക്കാത്തവൻ, കള്ളു കുടിച്ചവൻ, കുടിക്കാത്തവൻ, കൈക്കൂലിയും പലിശയും വാങ്ങിയവൻ, വാങ്ങാത്തവൻ രണ്ടും ഒരുപോലെയല്ല. അപ്പൊ ഓരോരുത്തരും തങ്ങളുടെ കർമ്മങ്ങൾക്കനുസരിച്ച് കൊണ്ട് വിയർപ്പിൽ മുങ്ങിയിരിക്കും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫബിൻഹും മയ്യകൂനു ഇലാ കഅബൈ. ചില ആളുകളുടെ വിയർപ്പ് അവരുടെ നെരിയാണി വരെ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യകൂനു ഇലാ റുക്ബതൈഹി. ചില ആളുകളുടെ വിയർപ്പ് അവരുടെ കാൽമുട്ട് വരെ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യകൂനു ഇലാ ഹിഖ്വൈഹി. ചില ആളുകളുടെ വിയർപ്പ് അവരുടെ ഊര വരെ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യുൽജിമുൽ അർഖു ഇൽജാമാ. ചില ആളുകളുടെ വിയർപ്പ് മുഴുവനായും മൂടിയിരിക്കും. അത് ഇഹലോകത്ത് നമ്മൾ അനുഭവിക്കുന്ന വിയർപ്പൊന്നല്ല, അത് കുറച്ച് കടുപ്പമുള്ളതാണ്. സൂര്യൻ അത്രത്തോളം അടുത്തു വന്നിട്ട് വിയർപ്പിൽ മൂടിയിരിക്കുമെന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅശാറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ ഫീഹി, തന്നെ വായിലേക്ക് ചൂണ്ടിക്കാണിച്ചു. വായയോളം അത്രക്ക് മനുഷ്യൻ വിയർപ്പിലായിരിക്കും. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഈ ഹദീസൊക്കെ കേട്ടുകൊണ്ട് ആ സ്വഹാബത്ത് വളർന്നത്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, സൂമു യൗമൻ ശദീദൻ ഹർറുഹു. ശക്തമായ ചൂടുള്ള ദിവസമാണെങ്കിലും നിങ്ങൾ ഒരു ദിവസം നോമ്പെടുത്തോളൂ. ലിഹർരിൻ യൗമിൻ നുശൂർ. നാളെ പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ. വസല്ലൂ റകഅതൈനി ഫീ ദുലുമത്തിൽ ലൈൽ. രാത്രിയുടെ ഇരുട്ടിൽ ഒരു 2 റകഅത്തെങ്കിലും നിങ്ങൾ നമസ്കരിച്ചോളൂ. ലിദുൽമത്തിൽ ഖുബൂർ. ഖബറിലെ ഇരുട്ടിൽ നിന്ന് രക്ഷപ്പെടാൻ. ഇതൊക്കെയാണ് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ് കേൾക്കുമ്പോൾ അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതാണ്
സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് ഈ പരലോകത്തെ ചൂട് അത്ര ഒന്നുമില്ല ഇഹലോകത്തെ ചൂട്. ഇഹലോകത്തെ ചൂട് കണ്ട് നമ്മൾക്ക് സഹിക്കാൻ പലപ്പോഴും കഴിയുന്നില്ല, അല്ലെ? സൂര്യാഘാതമേറ്റു, പൊള്ളലേറ്റു, മുറിവുണ്ടായി, പുറത്തിറങ്ങാൻ പാടില്ല, ഇത്ര സമയം വരെ പുറത്തിറങ്ങാവൂ, ഇതെല്ലാം നിർദ്ദേശങ്ങളാണ്. പരലോകത്തൊന്നും നടക്കൂല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടെ രക്ഷയ്ക്ക് ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ചെയ്തു വെക്കണം. എനിക്ക് ഞാൻ ചെയ്യണം, നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യണം. ആരും അവിടെ കുട പിടിച്ചു തരാനുണ്ടാവൂല. അത് അങ്ങനത്തെ ഒരു ലോകമാണ്. നമ്മൾ പഠിച്ചവരാണ്. മഹാനായ അബൂ ദർദാ റളിയല്ലാഹു അൻഹു പറയാണ്, ലഖദ് റഅയ്തുനാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ബഅദി അസ്ഫാരിഹി. ഞങ്ങൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്രയിലായിരുന്നു. ഫിൽ യൗമിൽ ഹാദി ശദീദിൽ ഹർ, ശക്തമായ കഠിനമായ ചൂടുള്ള ദിവസം. വഇന്ന റജുല ലയദഉ യദഉ അലാ റഅസിഹി മിൻ ശിദ്ദത്തിൽ ഹർ, ചൂടിന്റെ കടുപ്പം കാരണം ആളുകൾ തലയിൽ പോലും കൈവച്ചിരുന്നു, ചൂട് വെയിൽ കൊള്ളാതിരിക്കാൻ. വമാ ഫിൽ ഖൗമി സ്വായിമുൻ ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നും ഞങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ യാത്രയിൽ നോമ്പുകാരനായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു റവാഹ അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹം നോമ്പുകാരനായിരുന്നു. അപ്പൊ ഇതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ട് ആ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കം അവരൊക്കെ നടത്തുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കൂടെ വേറെയും ആളുകളുണ്ട്. ഭക്ഷണ സമയമായപ്പോൾ ഫവദഉ സുഫ്റതൻ ലഹും, ഭക്ഷണത്തിനുള്ള ആ സുഫ്ര നമ്മൾ പറയാറുണ്ടല്ലോ, അത് അറബി പേരാണ് സുഫ്ര. അത് വിരിച്ചു. ഫമറ ബിഹിം റാഇൻ, അവിടെ ഒരു ആട്ടിടയൻ കടന്നു വന്നു. മരുഭൂമിയിലൂടെയാണ് യാത്ര. ഫദഅഹു ഇലാ അൻ യഅകുല മഅഹും, ഭക്ഷിക്കാൻ വേണ്ടി കൂടെ വിളിച്ചു അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഈ ആട്ടിടയനെ. അദ്ദേഹം പറയാണ്, ഇന്നി സ്വായിമുൻ, ഞാൻ നോമ്പുകാരനാണ്. അപ്പൊ അദ്ദേഹത്തോട് ഇബ്നു ഉമർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഫീ മിത്ലി ഹാദൽ യൗമി ശദീദി ഹർറുഹു, ഇത്രയും കടുപ്പമുള്ള ചൂടുള്ള ദിവസം നിങ്ങൾ നോമ്പെടുക്കുകയോ? വഅൻത ബൈന ഹാദിഹി ശിആബ് ഫി ആസാരി ഹാദിഹിൽ ഗനം, അതും നിങ്ങൾ ആടിനോടൊപ്പം ഈ മലയിടുക്കുകളിൽ ഈ പ്രയാസപ്പെട്ടുകൊണ്ട് നിങ്ങൾ നോമ്പുകാരനോ? വഅൻത സ്വായിം, വീണ്ടും ചോദിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞു, അതെ, ഞാന് ഉബാദിറു അയ്യാമി ഹാദിഹി അൽ ഖാലിയ, ഈ പഴയ ആദ്യ ദിവസങ്ങളെ, വരാനിരിക്കുന്ന ദിവസങ്ങളിലേക്ക് ഞാൻ ഒരുക്കി വെക്കുകയാണ്. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? സൂറത്തുൽ ഹാഖയിൽ ഒരു ആയത്തുണ്ട്, കുലൂ വശ്റബൂ ഹനീആ ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. ആ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തതിന്റെ ഫലമായി കൊണ്ട് ഇന്ന് നിങ്ങൾ തിന്നുകൊള്ളുക, കുടിച്ചുകൊള്ളുക എന്ന് നാളെ സ്വർഗത്തിൽ വെച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയും. അപ്പൊ അതിനു വേണ്ടി ആ ഖാലി കഴിഞ്ഞ ദിവസങ്ങൾ അന്ന് പറയലോ, അപ്പൊ ആ ദിവസങ്ങൾ ഇപ്പം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മൾ ഉപയോഗപ്പെടുത്തണം. ചൂടാണ്, വിഷമാണ്, പ്രയാസാണ്, ഞാൻ അങ്ങട്ടില്ല, ഞാൻ ഇങ്ങട്ടില്ല, ഞാൻ പുറത്തിറങ്ങണില്ല, ഇതൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഇതിനേക്കാൾ ചൂടുള്ള ഒരു ദിവസം നമ്മുടെ മുമ്പിൽ വരാനിരിക്കുമ്പോ അവിടേക്ക് ഞാൻ എന്ത് ചെയ്തു? ഇല്ലേ, അങ്ങോട്ട് ഞാൻ ഇല്ല എന്ന് പറയാൻ പറ്റൂലല്ലോ, അവിടേക്ക് ഞാൻ ഇറങ്ങണില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. അങ്ങോട്ട് നമ്മൾ തെളിച്ചു കൊണ്ടുപോകലാണ്. എല്ലാവരും വരും, സംശയമില്ലാത്ത ലോകവുമാണ്. അതുകൊണ്ട് നാം മുൻകൂട്ടി ചെയ്തു വെക്കുക. നമ്മളെല്ലാവരും കേട്ടൊരു ഹദീസ് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഓർമ്മിക്കാൻ വേണ്ടി മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സബ്അത്തുൻ, 7 വിഭാഗം ആളുകൾ, യുളില്ലുഹുമുല്ലാഹു യൗമൽ ഖിയാമത്തി ഫീ ളില്ലിഹി യൗമ ലാ ളില്ല ഇല്ലാ ളില്ലു. അല്ലാഹ് നൽകുന്ന തണലല്ലാത്ത ഒരു തണലുമില്ലാത്ത ആ ദിവസത്തും അല്ലാഹു തആല ചില ആളുകൾക്ക് 7 പേർക്ക് തണൽ നൽകും. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാം. എല്ലാം ചെയ്യാൻ പറ്റുന്ന പണികളാണോ? നമ്മൾ അതൊക്കെ ചെയ്യാം. ഒന്ന്, ഇമാമുൻ ആദിലുൻ, നീതിമാനായ ഇമാമ്. നീതിമാനായ ഇമാമ് പറഞ്ഞ പള്ളിയിലെ ഇമാമ് എന്നല്ല, ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ, ഒരു സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ, ഒരു കുടുംബത്തിന് നേതൃത്വം കൊടുക്കുന്നവൻ, പള്ളിക്ക് നേതൃത്വം, എല്ലാ തരത്തിലുള്ള നേതൃത്വത്തിലുള്ള ആളുകൾ. അതെന്തിനാ അങ്ങനെ നീതിമാനായ നേതാവ് എന്ന് പറയാൻ കാരണം എന്താ? നേതാവായി കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാം, എന്തും പറയാം, അണികളെ കൊണ്ട് പലതും ചെയ്യിപ്പിക്കാൻ, ഞാൻ വേറെ ചെയ്യാം, ഇതൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളാ. പക്ഷേ അവിടെ അള്ളാഹിനെ പേടിച്ചുകൊണ്ട് നീതിയോടുകൂടി വർത്തിക്കുന്ന നേതാവ്, അതാണ് ആ ഉദ്ദേശം. 2, അള്ളാഹുവിനുള്ള ഇബാദത്തിൽ വളർന്നു വന്നൊരു യുവാവ്. വയസ്സായിട്ടല്ല സുന്നത്ത് നോമ്പുകൾ. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, വയസ്സായി പ്രായമൊക്കെ കഴിഞ്ഞ് അങ്ങേയറ്റം പ്രായത്തിലെത്തി, ഇനി തഹജ്ജുദ് നിസ്കാരം, ഇനി ളുഹാ നിസ്കാരം, ഇനി ഇടക്കൊക്കെ ഒന്ന് ഖുർആൻ എടുക്കുക, അങ്ങനെയല്ല. അങ്ങനെ വേണ്ടെന്നല്ല കേട്ടോ, എല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാ. പക്ഷെ ചെറുപ്പം മുതലേ, ചെറുപ്പത്തിൽ സുന്നത്ത് നോമ്പെടുക്കുന്ന യുവാവ്, ചെറുപ്പത്തിലെ ളുഹാ നമസ്കരിക്കുന്ന യുവാവ്, ആ പ്രായത്തിലെ നമസ്കാരം തുടങ്ങുന്നവൻ, സുന്നത്തായ കാര്യങ്ങളൊക്കെ താല്പര്യം കാണിക്കുന്നവൻ. അപ്പോ ചെറുപ്പമാണെങ്കിലും യുവാവാണെങ്കിലും ഇടക്കിടക്ക് ഖുർആനൊക്കെ എടുത്തു കൊടുക്കുന്നവൻ. ഇന്ന് വെള്ളിയാഴ്ച അൽ കഹ്ഫ് എത്ര പേർ ഓതാത്തവർ
ഞാൻ ചോദിക്കുകയല്ല, നമ്മൾ ചോദിക്കാം. നമ്മൾ ചൂടുണ്ടെന്ന് പറയാറുണ്ടല്ലോ, ചൂടുണ്ട്, ശരിയാണ്. ചൂട് കടുപ്പവും അത് ഓരോ ഭാഗത്തും ഓരോരോ രൂപത്തിലുമാണ്. മരിക്കും, അതും ഉറപ്പാണ്. ഈ പറഞ്ഞ പരലോകം, സൂര്യ അടുത്ത് വരലൊക്കെ നമുക്ക് ഉണ്ട് താനും, ഉറപ്പാണ്. അവിടേക്കൊരു വെളിച്ചം, അവിടേക്കൊരു സമാധാനം, അവിടേക്കൊരു സുഖം കുറച്ച് ഈ ലോകത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോ ഇബാദത്തില്ല, അള്ളാന്റെ ഇബാദത്തിൽ വളർന്നു വന്ന യുവാവ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് ഒറ്റയ്ക്കിരിക്കുക, എന്നിങ്ങനെ ആലോചിക്കുകയാണ് അള്ളാഹിനെ കുറിച്ച്. അവന് കരഞ്ഞുപോയി. തന്നെ മയ്യത്ത് ആളുകൾ കുളിപ്പിക്കുന്നു, മയ്യത്ത് കൊണ്ടുപോകുന്നു, ആ മയ്യത്ത് കരയുന്നു, മയ്യത്ത് വിലപിക്കുന്നു, ഖബറിൽ കൊണ്ടുപോയി വെക്കുന്നു, ആളുകൾ തിരിച്ചു പോരുന്നു. ഇന്നലത്തെ പോലെ സംസാരിക്കാനോ കൂട്ടിനോ ആരുമില്ല, സഹായിക്കാനോ രക്ഷിക്കാനോ ആരുമില്ല. ആ ഇരുട്ടറക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ട ഞാൻ നാളെ റബ്ബിന്റെ വിളി കേൾക്കുമ്പോ ഖിയാമത്ത് നാളിൽ കാഹളത്തിൽ ഊതുമ്പോ എല്ലാവരും എഴുന്നേറ്റ് വരുമ്പോ വസ്ത്രമില്ലാതെ ചെല്ലുന്ന ഞാൻ, അന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കായി നരകത്തിലേക്കായി ആളുകൾ വേർതിരിക്കുമ്പോ ഏതിലേക്ക് എന്നറിയാത്ത ഞാൻ, അല്ലേ? അതൊക്കെ ഒന്ന് ആലോചിച്ചിരുന്നിട്ട് സ്വന്തം തിന്മകളെ കുറിച്ച് ഓർത്ത്, നന്മകളുടെ പോരായ്മകളെ കുറിച്ച് ഓർത്ത്, അള്ളാഹിന്റെ ശിക്ഷയെ കുറിച്ച് ഓർത്ത്, അള്ളാഹിന്റെ റഹ്മത്തിനെ കുറിച്ച് ഓർത്ത് ഒരിക്കലെങ്കിലും കണ്ണുനീരൊന്ന് വന്നവൻ. വിശ്വാസ പറഞ്ഞിട്ടുണ്ട്, ചില രണ്ട് കണ്ണുകൾ നരകത്തിലേക്കില്ല എന്നാ. അത് ഹദീസിൽ വേറെ കാണാം. അള്ളാഹിനെ ഓർത്ത് കരഞ്ഞ കണ്ണ്, പിന്നെ അള്ളാഹ്ക്ക് വേണ്ടി ഉറക്കമുളച്ച കണ്ണ്. അത് ദീനിന് വേണ്ടി പാറാവിരുന്നു കൊണ്ടോ അല്ലെങ്കിൽ ഖുർആൻ ഓതിക്കൊണ്ടോ നമസ്കരിച്ചു ഏത് രൂപത്തിലാകട്ടെ ഉറക്കമുളച്ച കണ്ണുകൾ. അപ്പോ ഈ ഹദീസിൽ വന്നത് തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹിനെ കുറിച്ച് ഓർത്ത് കരയുന്നവൻ. മറ്റൊന്ന് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസ്ജിദി, ഹൃദയവും പള്ളിയുമായി ബന്ധപ്പെട്ട മനുഷ്യൻ. എന്തിനാ? ജമാഅത്തുകൾ, പള്ളിയിൽ വരിക, ജമാഅത്ത് 5 നേരം എന്തായാലും വരുമല്ലോ. അത്രയും ബന്ധം നമുക്ക് എവിടെ ഉണ്ടാകുന്നില്ല. 5 നേരം പോയി പോയിട്ട് സ്ഥലം എവിടെയുള്ളത്? എവിടെയില്ല. ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം ഖൈറു ബുഖാഇൽ അർളി മസാജിദുഹാ, ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം, മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലം, ഓരോ പോക്കിനും അല്ലാഹ് സ്വർഗത്തിൽ സൽക്കാരം ഒരുക്കി വെക്കുന്ന സ്ഥലം, ഓരോ കാൽവെപ്പുകൾക്കും പാവങ്ങൾ പൊറുക്കപ്പെടുന്ന ആ ഒരു സ്ഥലത്തേക്കുള്ള യാത്ര. അതെ, ആ ഒരു ബന്ധമുണ്ടല്ലോ, നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല തണൽ നൽകാൻ കാരണമാണ്. അടുത്തത് വറജുലാനി, 2 ആളുകൾ തഹാബ്ബാ ഫില്ലാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചു. തഹാബ്ബാ ഫില്ലാ, അല്ലാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നവർ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു. പണത്തിന് വേണ്ടിയല്ല, എന്നെ കൊണ്ട് എന്തെങ്കിലും ഉപകാരങ്ങൾക്ക് കിട്ടണം, അപ്പൊ എന്റെ കൂടെ കൂടുക, അങ്ങനെയല്ല. നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ദുനിയാവിന്റെ ഉപകാരം എനിക്ക് കിട്ടണം, അത് ഞാൻ നിങ്ങളെ കൂടെ കൂടുക, അങ്ങനെയല്ല. അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കണം. ഇവൻ മുസ്ലിമാണ്, ഇവൻ മുഅ്മിനാണ്, ഇവൻ തഖ്വയുള്ളവനാണ്, ഇവൻ ഈമാനുള്ളവനാണ്, അള്ളാഹിനെ പേടിച്ച് ജീവിക്കുന്നവനാണ്, നല്ല മനുഷ്യനാണ്. ഞാൻ അവൻ അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുന്നു. ആ ഒരു നിയ്യത്തിന് നമുക്ക് നാളെ പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകും. അപ്പൊ ഒരാളെ കാണുമ്പോൾ സന്തോഷം തോന്നും. മറ്റേതോ സലാം പറഞ്ഞാൽ മടക്കൂല, സലാം പറഞ്ഞ കൈ കൊടുത്താൽ കൈ കൊടുക്കൂല, വർത്താനം പറഞ്ഞാൽ മിണ്ടൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല, വെറുപ്പ്. അത് അള്ളാഹിന്റെ ദീനിൽ പഠിപ്പിച്ച കാര്യമല്ല. വറജുലാനി തഹാബ്ബാ ഫില്ലാ, അള്ളാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവൻ. പിന്നെയോ വറജുലുൻ ദഅതുഹു ഇംറഅത്തുൻ ദാതു മൻസബിൻ വജമാലിൻ ഇലാ നഫ്സിഹാ ഖാല ഇന്നി അഖാഫുല്ലാഹ്, സൗന്ദര്യമുള്ള ഒരു സ്ത്രീ, അത്യാവശ്യം സ്ഥാനമാനങ്ങളുള്ള ഒരു സ്ത്രീ. ഇത് രണ്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് പറയാണ്, അങ്ങനെയുള്ള ഒരു പെണ്ണ് നമ്മളെ ഒരു ചീത്ത ആവശ്യത്തിന് വേണ്ടി, വിചാരത്തിന് വേണ്ടി വിളിച്ചാൽ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹിനെ പേടിയാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ സാധിക്കണം. അവന് നാളെ അല്ലാഹു തആല തണൽ കൊടുക്കും. എന്തിനാ സ്ഥാനമാനമുള്ള പെണ്ണ് എന്ന് പറയാനുള്ള കാരണം എന്താ? ഏത് കേസും മായ്ച്ചു കളയാൻ കുറച്ച് കയ്യിൽ പണവും സ്ഥാനമാനുണ്ടെങ്കിൽ നടത്തും. അപ്പൊ എവിടെ പോയി പെട്ടാലും അവള് അത്യാവശ്യം സ്ഥാനമാനങ്ങളും മറ്റുമൊക്കെ ഉള്ളവളാണെങ്കിൽ കേസ് പുറത്തേക്ക് വരൂല. പക്ഷെ അങ്ങനെയുള്ളവളായിട്ട് പോലും വിളിച്ചാൽ ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹിനെ പേടിയാണെന്ന് പറഞ്ഞവൻ. മറ്റൊന്ന് വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഖഫാഹാ ഹത്താ ലാ തഅലമ ശിമാലുഹു മാ സനഅത് യമീനുഹു, വലതു കൈ കൊണ്ട് കൊടുത്ത സ്വതക്ക ഇടത് കൈ അറിയാത്ത വിധത്തിൽ എന്ന് പറഞ്ഞ സ്വതക്ക രഹസ്യമാക്കി കൊടുത്ത ആളുകൾ. ഈ പറഞ്ഞ 7 സ്വഭാവങ്ങൾ ഇതൊക്കെ നമ്മിൽ ഉണ്ടാകട്ടെ. അതൊക്കെയാണ് പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ. ഇത് വിചാരണയ്ക്ക് മുമ്പുള്ള അവസ്ഥയെ പറയുന്നത്. വിചാരണ നരകസ്വർഗത്തിന്റെ വേർതിരിവിന്റെ മുമ്പുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ഇനി അത് കഴിഞ്ഞാലോ നരകാഗ്നിയുടെ ചൂട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, അത് അതിനേക്കാൾ ശക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാനൽ ഹർറു ഫഅബ്രിദു അനിസ് സ്വലാത്ത്, ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ നമസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ളുഹുർ സമയത്ത് സൂര്യൻ
മധ്യത്തിൽ വരുന്ന സമയമാണ്, ചൂട് കടുപ്പമാകും. അപ്പം എന്ത് ചെയ്യണം? നല്ല ചൂടുള്ള സമയമാണെങ്കിൽ ആ സമയത്ത് തന്നെ നിങ്ങൾ നമസ്കരിക്കാൻ പോകണ്ട, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമസ്കാരം വൈകിപ്പിച്ചാലും കുഴപ്പമില്ല. തീരെ എളുപ്പമുള്ള മതമാണ്, ആരെയും പ്രയാസപ്പെടുത്തുന്ന മതമല്ല. നല്ല ശക്തമായ ചൂടാണ് എങ്കിൽ അതിന്റെ അർത്ഥം ജമാഅത്തിന് പോകണ്ട എന്നല്ല. ആ ജമാഅത്തിനെ കുറച്ച് സമയത്തേക്ക് നീട്ടി വെച്ചാലും കുഴപ്പമില്ല. അത് തണുപ്പിക്കാൻ, അതായത് ആ ചൂടൊന്ന് കുറയുന്നിടത്തേക്ക് നമ്മൾ ആ ദൂർ നമസ്കാരത്തെ നീട്ടി വെക്കാം. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. ഈ ചൂടിന്റെ ഇപ്പൊ വരുന്ന കടുപ്പുണ്ടല്ലോ, അത് നരക ശിക്ഷയുടെ കടുപ്പത്തിന്റെ ചെറിയൊരു ഭാഗമാണ്. ഒരു ചെറിയ ഭാഗം എന്ന് പറഞ്ഞാൽ അത്ര. ഒരു ഹദീസിൽ അത് വ്യക്തമാക്കി പറഞ്ഞു, അല്ലാഹു തആല സൃഷ്ടിച്ച ആ നരകാഗ്നിയുടെ 70-1 മാത്രമാണ് ഈ ലോകത്തുള്ളത്. അല്ലേ? ഇവിടെ ഗോളങ്ങളിലുള്ള തീകളാകട്ടെ, മനുഷ്യർ ഉപയോഗിക്കുന്ന തീയാകട്ടെ, ലോകത്ത് മുഴുവനുമുള്ള തീ 1% മാത്രമാണ്. ബാക്കി 69 നരകത്തിലാണ്. അതുകൊണ്ടാണ് നാറുൻ ഹാമിയ, ചൂടേറിയ നരകം ഖുർആൻ പറഞ്ഞതാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ നാറുല്ലാഹിൽ മൂഖദ, കത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ അഗ്നി. അത് ജ്വലിക്കുന്ന തീയാണ്. നാറം ത്വലല്ലാ, കത്തിജ്വലിക്കുന്ന തീയാണ്. അപ്പൊ ആ ജ്വലനവും അതിന്റെ ആ ചൂടും ശക്തിയും ഒക്കെ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊന്നും പറഞ്ഞിട്ടില്ലെങ്കിലും തീ ചൂടാ നമുക്കൊക്കെ അറിയാലോ. എന്നിട്ടും അള്ളാഹ് എന്തിനായി കടുപ്പം പറഞ്ഞത്? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഇവിടെയുള്ള ചൂട് അവിടെയുള്ള ചൂടിന്റെ ഒരു അംശം, ചെറിയൊരു ഭാഗമാണ്. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയാണ്, അന്നന്നാറ ഇഷ്തഖത് ഇലാ റബ്ബിഹാ, നരകം റബ്ബിനോട് പരാതി പറഞ്ഞു. ആ ചൂടിന്റെ കടുപ്പം കൊണ്ടേ നരകം പോലും റബ്ബിനോട് പരാതി പറഞ്ഞതാ. ഫഅദിന ലഹാ ഫീ കുല്ലി ആമിൻ ബിനഫസൈൻ. അപ്പൊ നരകത്തോട് അല്ലാഹു തആല എല്ലാ കൊല്ലത്തിലും 2 ശ്വാസോച്ഛ്വാസം, അതായത് പുറത്തേക്ക് ശ്വാസം വിടാനുള്ള അനുവാദം കൊടുത്തു. ആ പുറത്തേക്ക് വിടലാണ് ഹദീസിൽ കാണാം, നഫസുൻ ഫി ശിതാഇ, ഒന്ന് തണുപ്പ് കാലത്തുള്ള ഉച്ഛ്വാസമാണ്, വനഫസിൻ ഫി സ്വൈഫി, ഒന്ന് വേനൽക്കാലത്തുള്ളതാണ്. അതുകൊണ്ടാണ് തണുപ്പ് കാലത്ത് അതിശക്തമായ തണുപ്പും ആ നരകത്തിന്റെ ശ്വാസം പുറത്തേക്ക് വിടലാണ്. ചൂടുകാലത്തുള്ള ശക്തമായ ചൂടും നരകത്തിന്റെ ശ്വാസം ഒന്ന് പുറത്തേക്ക് വിടലാണ്. കൊല്ലത്തിൽ 2 തവണ അല്ലാഹു തആല അനുവാദം കൊടുത്തുന്ന ബുഖാരിയുടെ 536-ാമത്തെ ഹദീസ്, ഇമാം മുസ്ലിമിന്റെ 617-ാമത്തെ ഹദീസ്. ഈ ഹദീസ് വെച്ചിട്ട് പണ്ഡിതന്മാരെന്ന് പറഞ്ഞത്, നരകത്തിൽ തീയുടെ ശിക്ഷ മാത്രമല്ല, തണുപ്പുള്ള കഠിനമായ തണുപ്പിന്റെ ശിക്ഷയും നരകത്തിലുണ്ട്. അത് ഈ ഹദീസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. അത് നരകം പറയുമ്പോൾ പറയേണ്ട മറ്റൊരു വിഷയമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് പോകല്ല. പറഞ്ഞു വരുന്നത്, ആ അല്ലാഹു തആല ഒരുക്കി വെച്ച നരകശിക്ഷയുടെ ആ ചൂടിന്റെ സ്വാധീനം ഈ ഭൂമിയിൽ ഉണ്ട് എന്നർത്ഥം. അതുകൊണ്ടാണ് അല്ലാഹു തആല നമ്മോട് പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് രക്ഷിച്ചുകൊള്ളുക. വഖൂദുഹൻ നാസു വൽ ഹിജാറ, അവിടുത്തെ ഇന്ധനം വിറകാണ്, മനുഷ്യന്മാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബികളെയും കൊണ്ട് തബൂക്ക് യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. തബൂക്ക് യുദ്ധത്തിന്റെ കാലം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ചൂടുള്ള കാലം, ഈത്തപ്പഴം പഴുക്കുന്ന കാലമാണ്. ഈത്തപ്പഴം പഴുക്കുക എപ്പോഴാണ് ഗൾഫിൽ നമുക്കറിയാലോ. അതികഠിനമായ ചൂട്. ആ സന്ദർഭത്തിൽ കപടവിശ്വാസികൾ പറയാണ്, ലാ തൻഫിറൂ ഫിൽ ഹർർ, സൂറത്ത് തൗബയിലെ 81-ാമത്തെ ആയത്താ. നിങ്ങൾ നല്ല ചൂടാണ്, ആരും പോണ്ട. അവരേതായാലും പോണില്ല, പോകുന്നവരെ തടയാ കപടവിശ്വാസികളുടെ സ്വഭാവമാണ്. അവർ പറഞ്ഞു നല്ല ചൂടാണ്, അതുകൊണ്ട് ആരും പോകണ്ട. അല്ലാഹു തആല മറുപടി ഇറക്കി. ആ ആയത്തിൽ തന്നെ കാണാം, ഖുൽ നബിയെ പറഞ്ഞു കൊടുക്കൂ, നാറു ജഹന്നമ അശദ്ദു ഹർറാ, നരകത്തിന്റെ ചൂട് അതിനേക്കാൾ കടുപ്പമാണ്. മദീനയിൽ നിന്ന് തബൂക്കിലേക്ക് 300 ചില്ലറ കിലോമീറ്റർ ഉള്ളത്. അവിടേക്ക് നടന്നോ ഒട്ടകപ്പുറത്തൊക്കെ വേണം പോകാൻ. ശക്തമായ ചൂട് സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് അവിടെ വിശ്വാസികൾ യുദ്ധത്തിന് പിന്മാറാനും വേണ്ടി വിശ്വാസികളോട് പറയാണ്, ചൂടാണ്, ആരും പോകണ്ട. അല്ലാഹ് പറഞ്ഞു, ഇതിനേക്കാൾ കടുപ്പമുള്ള ചൂടാണ് നാളെ പരലോകത്ത്. അതുകൊണ്ട് ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ചൂട് നമ്മെ സൽക്കർമ്മങ്ങൾ തടയരുത്. ദഅവത്തിനിറങ്ങാൻ ചൂടാണെന്ന് പറയരുത്. പള്ളിയില് ക്ലാസ്സുകൾ ചൂടാണ്, പോകാൻ പറയരുത്. ജമാഅത്തിന് പോകാൻ ചൂടുണ്ടെന്ന് പറയരുത്. അല്ലാഹു തആല നമ്മിൽ ഏൽപ്പിച്ച എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളുണ്ടോ അതിനൊന്നും ചൂടെന്താകാൻ പാടില്ല, ഒരു തടസ്സമാകാൻ പാടില്ല. ഇത് റബ്ബിന്റെ സംവിധാനമാണ്. ഒരു കാര്യം കൂടി പറയട്ടെ, ചൂട് ശക്തമാകുമ്പോൾ നമ്മൾ ചെയ്യാറുള്ള ഒരു കാര്യം എന്താ? 2-3 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ വെള്ളം തലയിലൂടെ ഒഴിക്കുക. ഈ വെള്ളം നാളെ പരലോകത്ത് നരകത്തിലുണ്ട്. പക്ഷെ അവിടുത്തെ വെള്ളം തണുപ്പ് തരുന്നതല്ല. വെള്ളമില്ലാഞ്ഞിട്ടല്ല, അല്ലാഹു തആല
ആ ശിക്ഷ എത്രത്തോളം കഠിനമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ മനുഷ്യന്റെ മനസ്സറിയുന്ന അള്ളാഹ് പറയാണ്, നീ ഈ ലോകത്ത് ചൂടുന്ന് രക്ഷപ്പെടാൻ എന്തൊക്കെ മാർഗം ഉപയോഗിക്കുന്നോ അതൊന്നും അവിടെ ഫലം ചെയ്യൂല. സൂറത്തുൽ കൗഫിൽ വെള്ളം ആവശ്യപ്പെട്ടാൽ തിളച്ച എണ്ണ പോലെ തിളച്ച് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന എണ്ണച്ചണ്ടി എന്നൊക്കെ പറയും. അങ്ങനത്തെ വെള്ളം കുടിക്കാൻ കൊടുക്കും. യശ്വിൽ വുജു, വായിലേക്ക് അടുപ്പിക്കുമ്പോഴേക്കും മുഖം പോലും കരിഞ്ഞ് ആകെ നശിപ്പിച്ചു കളയും. മുഖം കരിഞ്ഞു പോകും. അള്ളാഹ് പറയാ ബീസ ശറാബ്, എത്ര ചീത്ത വെള്ളം. അപ്പൊ വെള്ളമുണ്ട്, പക്ഷെ ചൂടിന് ആശ്വാസം കിട്ടൂല. അവസാനിച്ചില്ല. ഇത് കുടിക്കണ കാര്യനെ കുറിച്ചാ പറഞ്ഞത്. പിന്നെ നമ്മളെ വെള്ളം എന്താ ചെയ്യുക? തലയിൽ ഒന്ന് പാരും, തണുപ്പിന് ആശ്വാസം കിട്ടാൻ, ചൂട് രക്ഷപ്പെടാൻ. സൂറത്തുൽ ഹജ്ജിലെ 19-ാമത്തെ 20-ാമത്തെയും ആയത്ത്, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിമുൽ ഹമീം, തലക്ക് മുകളിലൂടെ ചുട്ടുപഴുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കും. വെള്ളമുണ്ട്, തലക്ക് മുകളിലൂടെ ഒഴിക്കലുണ്ട്, പക്ഷെ അത് ചൂടുള്ള വെള്ളമാണ്. യുസ്ഹറു മാ ഫീ ബുതൂനിഹിം, അതങ്ങോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ അകത്തുള്ളതെല്ലാം മുറുകി പുറത്തേക്ക് വരികയാണ്. വൽ ജുലൂദ്, തൊലികളും കരിഞ്ഞു പോവുകയാണ്. അപ്പോ അവിടെ വെള്ളമുണ്ട് എന്നുള്ള സമാധാനത്തോടു കൂടി ആരും ചെല്ലണ്ട. അടുത്തതോ, ചൂടിന്ന് രക്ഷപ്പെടാനുള്ള മറ്റൊരു മാർഗമാണ് തണല്. നിങ്ങൾ എവിടെയെങ്കിലും തണലോ, ഒരു കാർമേഘമൊക്കെ വന്ന് നമുക്കൊരു ആശ്വാസമാണ്. അള്ളാഹു തആല പറഞ്ഞു തണലുണ്ട് അവിടെ. പക്ഷേ ആ തണല് കരിമ്പുക കൊണ്ടുള്ള തണലാണ്. ലാ ബാരിദിൻ വലാ കരീം, ആ തണൽ ഒരിക്കലും തണൽ നൽകുകയില്ല, അത് മാന്യമായ തണലുമല്ല. അതുകൊണ്ട് അതും പ്രതീക്ഷ വേണ്ട. പിന്നെ നല്ല ചൂടുണ്ടാവും. ചെറിയൊരു ആശ്വാസം എന്താ? ഒരു കാറ്റ് വന്നാൽ, ഒരു കാറ്റടിച്ചാൽ അതൊരു സുഖാണല്ലോ. പക്ഷേ നരകത്തിൽ കാറ്റുണ്ട്. ആ കാറ്റെങ്ങനെയാ? അതും അല്ലാഹ് പറഞ്ഞു, ഫീ സമൂമിൻ വഹമീം, രോമകൂപങ്ങളിലൂടെ. നമ്മൾ കാണാത്ത ചില സുഷിരങ്ങളുണ്ടല്ലോ, രോമകൂപങ്ങൾ എന്നൊക്കെ പറയും, അതിസൂക്ഷ്മമായ സുഷിരങ്ങൾ. അതിലൂടെ തുളച്ചു കയറുന്ന അതികഠിനമായ കാറ്റ്, ചൂടുള്ള കാറ്റ്. അപ്പൊ കാറ്റോണ്ടും കാര്യമല്ല, തണുപ്പ് അവിടുത്തെ തണലോണ്ടും കാര്യമല്ല, വെള്ളം കൊണ്ടും കാര്യമല്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരു ലോകമാണ് നാളെ പരലോകത്ത് ഉള്ളത് എങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ മുമ്പിൽ രണ്ട് കാര്യമാണുള്ളത്. ഒന്ന്, ആ നരകത്തിൽ രക്ഷപ്പെടാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുക, അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. രണ്ടാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫിത്നത്തിൽ ഖബ്ർ, അല്ലാഹുവേ ഖബറിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ ദജ്ജാൽ, ദജ്ജാലിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്ത്, ജീവിത മരണ പരീക്ഷണങ്ങളിൽ നിന്ന്, വമിൻ ഹർരി ജഹന്നം, നരകത്തിന്റെ ചൂടിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അതോടൊപ്പം നമ്മൾ റബ്ബിനെ സ്തുതിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. റോട്ടിൽ പണിയെടുക്കുന്ന പാവങ്ങൾ അല്ലേ, വൈകുന്നേരം വരെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ, വിദേശ രാജ്യത്തൊക്കെ ഉള്ള ആളുകൾ, നമ്മുടെ കുടുംബത്തിലെ ആളുകളെ കുറിച്ച് നമുക്കറിയാലോ, അവർക്ക് എത്രത്തോളം പ്രയാസം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ അതൊന്നും അത്രയും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല അത്യാവശ്യ ശമ്പളവും സുഖമൊക്കെ ഉള്ള ആളുകൾ ഫാനിന് ചുവട്ടിലും ഏസിന്റെ താഴെ ഏസിയുള്ള റൂമിലൊക്കെ ഇരിക്കുമ്പോൾ അത് ഖുറു ആല അല്ലാഹ്, റബ്ബിന്റെ നിയമത്തിനെ നിങ്ങൾ ഓർക്കണം. അവരെയും നമ്മൾ ഓർക്കണം, റബ്ബ് തന്ന നിയമത്തിനെ ഓർക്കണം. എന്നിട്ട് അള്ളാഹ്ക്ക് നമ്മൾ നന്ദി കാണിക്കണം. ഈ ആളുകളെ നമ്മൾ സഹായിക്കുമാണ്. നിങ്ങൾ അങ്ങനെ വൈകുന്നേരം വരെ ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ കുടുംബത്തിന് തിന്നാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ, മക്കളെ തീറ്റിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രയാസപ്പെടുന്നത്. അതില്ലെങ്കിൽ അവർക്ക് അന്നത്തെ ഭക്ഷണത്തിന് വകുപ്പില്ല. അതുകൊണ്ടാണല്ലോ അത്രയും ചൂട് സഹിച്ചും അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത്. അപ്പൊ ആ പ്രയാസം നമ്മൾ മനസ്സിലാക്കുക. അവരോട് മനസ്സിലൊരു ദയ, സമയത്തിലൊക്കെ ഒരു വിട്ടുവീഴ്ച, ജോലിയുടെ സമയത്തിലൊക്കെ ഒരു അല്പം കുറവ് കൊടുക്കുക, പൈസ നമ്മളെ കണ്ടറിഞ്ഞ് സഹകരിച്ച് ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമ്മളുടെ ബാധ്യതയാണ്. ഒരു മുസ്ലിം എന്ന നിലക്ക് പരസ്പരമുള്ള സ്നേഹത്തിന്റെയും അതേപോലെ ബാധ്യതകളുടെയും ഭാഗമായിക്കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ച കാര്യങ്ങൾ. ഏതായാലും പരലോകം സത്യമാണ്. ആ ലോകത്തേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഈ ലോകത്തുള്ള കാര്യങ്ങളിലൂടെ നമ്മൾ പാഠങ്ങൾ പഠിച്ചു മനസ്സിലാക്കി അവിടേക്ക് വേണ്ടി ഒരുങ്ങി പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله وصلى الله على نبينا محمد وعلى آله وصحبه وسلم تسليما كثيرا. أما بعد فاتقوا الله عباد الله.
അയ്യുഹന്നാസ് ഊസീകും ഇബാദല്ലാഹി വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടുമായി ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ ദുൽഖഅദ് മാസത്തിലാണുള്ളത്. ദുൽഖഅദ് മാസത്തിൻ്റെ രണ്ട് പ്രത്യേകതകൾ. ഒന്ന്, അള്ളാഹു തആല പവിത്ര മാസങ്ങളായി എണ്ണിയ 4 മാസം ഉണ്ടല്ലോ. 12 മാസമാണ് കൊല്ലത്തിലുള്ളത്. മിൻഹാ അർബഅത്തുൻ ഹുറും, ഖുർആൻ പറഞ്ഞു. അതിൽ 4 മാസം പവിത്രമാണ്, ആദരിക്കപ്പെടേണ്ട മാസങ്ങൾ, അള്ളാഹ് ആദരിച്ച മാസങ്ങളാണ്. അതിൽ ഒന്ന് ദുൽഖഅദാണ്. മാത്രമല്ല ദുൽഖഅദിന്റെ മറ്റൊരു പ്രത്യേകത അശ്ഹുറുൽ ഹജ്ജ്, ഹജ്ജിന്റെ മാസങ്ങൾ നബി പഠിപ്പിച്ചു. ശവ്വാല്, ദുൽഖഅദ്, ദുൽഹജ്ജിന്റെ ആദ്യത്തെ 10 ദിവസങ്ങൾ, ഇതൊക്കെയാണ് അശ്ഹുറുൽ ഹജ്ജ്. അപ്പൊ ഹജ്ജ് മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഖഅദ്. അതേപോലെ അള്ളാഹ് പവിത്രമാക്കിയ മാസങ്ങളിൽപ്പെട്ട മാസമാണ് ദുൽഖഅദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ച 3 ഉംറകളും ദുൽഖഅദിലായിരുന്നു. 4 ഉംറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചത്. ഒന്ന് തന്റെ അവസാനത്തെ ഹജ്ജത്തുൽ വദാഇ, ബാക്കി 3 ഉംറകളും ഈ ദുൽഖഅദ് മാസത്തിലായിരുന്നു. അപ്പൊ ഈ മാസത്തിൽ അള്ളാഹ് ബഹുമാനിച്ചു, അള്ളാഹ് ആദരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു ആദരവും ബഹുമാനവും നമ്മുടെ മനസ്സിലും ഈ മാസത്തോട് വേണം. അതെങ്ങനെയാ? ഒന്ന്, ആ മാസത്തിൽ നമ്മൾ തിന്മകൾ ചെയ്യാതിരിക്കാം. ഇന്ന ളുൽമ ഫിൽ അശ്ഹുരിൽ ഹുറും അഅലമു ഖതീഅതൻ വവിസ്റാ മിനൽ ളുൽമി ഫീമാ സിവാഹാ. മറ്റു മാസങ്ങളിൽ ചെയ്യുന്ന തിന്മകളെക്കാൾ ഗൗരവമാണ് അല്ലാഹു തആല പവിത്രമാക്കിയ പവിത്ര മാസങ്ങളിൽ ചെയ്യുന്ന തിന്മ. തിന്മ മൊത്തത്തിൽ ഹറാമാണ്, പാടില്ലാത്തതാണ്. അത് ഈ മാസങ്ങളിലാകുമ്പോഴോ ഗൗരവം കൂടുകയും ചെയ്യും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് അറബികൾ പോലും, ജാഹിലിയ്യ കാലഘട്ടത്തിൽ അറബികൾ പോലും ഈ മാസം വന്നാൽ യുദ്ധം ചെയ്യൂല. പിന്നെ അവർ ചില കൃത്രിമങ്ങളൊക്കെ കാണിച്ചു, അത് വേറെ വിഷയം. അപ്പൊ പണ്ട് മുതലേ അറബികൾ ആദരിച്ചു പോരുന്ന മാസമാണ്. യുദ്ധം പോലും ചെയ്തിരുന്നില്ല എന്നാണ്. അള്ളാഹു ആദരിച്ചതിനെ ആദരിക്കൽ എന്താണ്? തഖ്വന്റെ ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ദാലിക വമൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അള്ളാഹിന്റെ ചിഹ്നങ്ങളെ ബഹുമാനിക്കൽ അത് ഹൃദയത്തിൽ നിന്നുണ്ടാകുന്ന തഖ്വയുടെ ഭാഗമാണ്. അപ്പൊ ഈ മാസത്തിലാണ് നമ്മൾ ഉള്ളത് എന്നുള്ള നിയത്തും ആ ബോധവും നമുക്ക് വേണം. തിന്മകളിൽ നിന്ന് കഴിവിന്റെ പരമാവധി വിട്ടു നിൽക്കുക. 2 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, സൽക്കർമ്മങ്ങളിൽ മുന്നേറാം. കാരണം അള്ളാഹ് ബഹുമാനം പറഞ്ഞു, ഹജ്ജിന്റെ മാസങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നിടത്തോളം പഴയ കാലത്തുള്ള നല്ലവരായ ആളുകളെ കുറിച്ച് അല്ലാഹു തആല ഖുർആനിൽ പുകഴ്ത്തി പറഞ്ഞു. അവർ വയുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. വിശുദ്ധ ഖുർആനിൽ നബിമാരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്തു. അവർക്ക് ഇന്ന നബിക്ക് അസുഖം മാറ്റി കൊടുത്തു, ഇന്ന നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തി, ഇന്ന നബിക്ക് അള്ളാഹ് കുട്ടികളെ കൊടുത്തു. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു തആല പറഞ്ഞ കാര്യം എന്താ? യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മുന്നേറുന്നവരായിരുന്നു. അപ്പൊ ഇത്തരം മഹത്വമേറിയ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുക. റമളാൻ കഴിഞ്ഞാൽ പിന്നെ പുണ്യത്തിന്റെ മാസം കഴിഞ്ഞു എന്നൊന്നും കരുതരുത്. നമ്മുടെ മുമ്പിൽ ഓരോരോ സമയങ്ങളും അല്ലാഹു തആല നൽകുന്നുണ്ട്. അപ്പോൾ കഴിയുന്ന രൂപത്തിലുള്ള എല്ലാ നന്മകളും ചെയ്യുക. അതോടൊപ്പം രണ്ടാമത്തേത് ഹറാമുകളെ സൂക്ഷിക്കുക. അത് ഈ മാസത്തിൽ ഹറാമ് ചെയ്താൽ ഗൗരവം കൂടുതലാണ്. മാ നഹൈതുക്കും അൻഹു ഫജ്തനിബു, ഞാൻ നിരോധിച്ച കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കണം. വമാ അമർതുക്കും ബിഹി ഫഫ്അലൂ മിൻഹു മസ്തതഅതും, ഞാനൊരു കാര്യം കൽപ്പിച്ചാലോ കഴിയുന്നിടത്തോളം അത് ചെയ്യുകയും വേണം. ഇമാം മുസ്ലിമിന്റെ 1337 ഹദീസാണ്. ഒരു ഹദീസ് ഗൗരവമുള്ളതാണ്, അതുകൂടി കേൾപ്പിക്കട്ടെ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅഅലമന്ന അഖ്വാമൻ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിൽ ചില ആളുകളെ എനിക്കറിയാം. അതായത് ചില വിശേഷണങ്ങൾ അവർക്കുണ്ട്. യഗ്തൂന യൗമൽ ഖിയാമത്തി ബിഹസനാത്തിൻ, ഖിയാമത്ത് നാളിൽ അവർ സൽക്കർമ്മങ്ങളുമായി വരും. അംസാലി ജിബാലി തിഹാമ ബീളാ, തിഹാമ പർവ്വതം പോലെ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാവുന്ന മലയാണ്. അപ്പൊ അത്രയും വലിയ മല, വലിയ നമ്മൾ കുന്ന് കണക്കിന് കർമ്മങ്ങൾ എന്നൊക്കെ പറയാലോ, അത്രയും കർമ്മങ്ങളുമായി പരലോകത്ത് വരും. ആ കർമ്മങ്ങൾ റബ്ബ് സ്വീകരിക്കുകയില്ല, അത് ചിതറപ്പെട്ട ധൂളികളെ പോലെയാക്കി മാറ്റും. ഒരു കൂന വെണ്ണീർ ഒരുപാട് കൂട്ടി വെച്ചിട്ട് അത് ഊതിയാലേ കാറ്റടിച്ചാൽ എന്താ ഉണ്ടാകുക? വെണ്ണീർ പാറിപ്പോവും, പിന്നെ അത് കിട്ടൂല. അതേപോലെ ചെയ്ത ഒരുപാട് കർമ്മങ്ങൾ കുന്നുകണക്കിന് പരലോകത്തെത്തുമ്പോഴോ ഒന്നും ഉണ്ടാവൂല. സൗബാൻ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ പേടിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാര്യം പറഞ്ഞു. കർമ്മങ്ങളുമായിട്ട് വന്നിട്ട് പിന്നെ ഒന്നും ഉണ്ടാകാതിരുന്നാൽ അദ്ദേഹം ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, സിഫുഹും ലനാ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ, ആരാണവർ? ജല്ലിഹിം ലനാ, അവരെ കുറിച്ചൊന്ന് വ്യക്തമാക്കി തരൂ. അല്ലാ നകൂന മിൻഹും വനഹ്നു ലാ നഅലം, അറിയാതെ പോലും അത്തരം ആളുകളിൽ ഞങ്ങൾ പെട്ടുപോകാൻ പാടില്ലല്ലോ. അതുകൊണ്ട് പ്രവാചകരെ പഠിപ്പിച്ചു തരൂ, ആരാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമാ ഇന്നഹും ഇഖ്വാനുക്കും, അവർ നിങ്ങളുടെ സഹോദരന്മാർ തന്നെയാണ്. ഏതെങ്കിലും വേറെ ഭൂമിയല്ലാത്ത ലോകത്ത് വരുന്ന ആളുകളൊന്നല്ല, ഈ ഭൂമിയിലുള്ള നിങ്ങളുടെ മനുഷ്യ സഹോദരന്മാർ തന്നെയാണ്. ചിൽദത്തിക്കും,
നിങ്ങളുടെ അതേ വർഗത്തിൽപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ആദം നബിന്റെ മക്കൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരായ നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ. എന്താ പ്രത്യേകത എന്നറിയോ? എന്തുകൊണ്ടാണ് കർമ്മം പോകുന്നതെന്നറിയോ? നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ രാത്രി നിസ്കരിക്കുന്നുണ്ട്, ഇശാക്ക് പള്ളിയിൽ വരുന്ന അവരും ജമാഅത്തിന് പള്ളിയിൽ വരുന്നുണ്ട്. പക്ഷേ വലാകിന്നഹും മഖ്വാമുൻ, അവരുടെ പ്രത്യേകത, ആ ജനതയുടെ പ്രത്യേകത, ഇദാ ഖലൗ, അവർ ഒറ്റക്കായി കഴിഞ്ഞാൽ ബിമഹാരിമില്ലാഹി തഹഖൂഹാ, അല്ലാഹ് നിഷിദ്ധമാക്കിയ പലതിനെയും തകർത്തു കളയുകയാണ്. ആരുമില്ല, ആരും കാണുന്നില്ല, അതുകൊണ്ട് കൈക്കൂലി വാങ്ങി. ആരും കാണുന്നില്ല, ആരും അറിഞ്ഞിട്ടില്ല, സ്ത്രീധനം വാങ്ങി. ആരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അത് ഇന്നത് ചെയ്തു. അങ്ങനെ ആരും കാണാത്ത ആരുമില്ല എന്ന ധാരണയിൽ ഒറ്റക്കാകുമ്പോ എല്ലാ ദുര്യാസം ചെയ്യും. അവന് ചെയ്ത സൽക്കർമ്മങ്ങൾ പരലോകത്തെത്തിയാലും ഒന്നുമില്ല എങ്കിൽ ഈ നമ്മളെ കുറിച്ച് പേടിക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ? ചില സമയത്തൊക്കെ നമ്മളെ റൂമിൽ കയറിയിട്ട് ചിലപ്പോ നമ്മളെ കയ്യിലെ മൊബൈലുണ്ട്, കാണാൻ പാടില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത തിന്മകളിലേക്ക് നമ്മൾ കയറുമ്പോ വാതിലൊക്കെ ഒന്ന് കുറ്റിയിടും. ചിലപ്പോ വാതിലെ കുറ്റിയൊന്നും കുറ്റിയിട്ടില്ലേ ഉറപ്പ് വരുത്തും. കുറ്റിയിട്ടാലും വാതിലൊക്കെ ഒന്ന് പിടിച്ചു നോക്കും. എന്തിനാ? 4 പുറം നോക്കിയാണ്, ആരും കാണുന്നില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ, ആരും അറിയുന്നില്ലല്ലോ. അപ്പോ ഒറ്റക്കായപ്പോ ഹറാം അവിടെ വിഷയമല്ല. അതാണ് പ്രശ്നം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബ, മനുഷ്യ, റബ്ബ് നിന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, റബ്ബ് പതിയിരിക്കുകയാണ്, നിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വഫൗക കുല്ലി ദി ഇൽമിൻ അലീം, ആരറിഞ്ഞില്ലെങ്കിലും എല്ലാ അറിവുള്ളവർക്കും മുകളിൽ ഒരു അറിവുള്ളവനുണ്ട്. ആ അറിവുള്ളവനാ നാളെ വിചാരണ ചെയ്യുന്നവൻ. യഅലമു ഖായിനത്തുൽ അയുൻ, കണ്ണിന്റെ കട്ടുനോട്ടം അറിയുന്നവൻ. യഅലമു മാ ഫിസ് സുദൂർ, ഹൃദയക്കകത്തുള്ള കാര്യങ്ങൾ അറിയുന്നവൻ. വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയത്തിനകത്തുള്ളത് പുറത്തു കൊണ്ടുവരുന്ന പടച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് എന്റെ മുമ്പിലുണ്ടെന്ന ബോധം ഉണ്ടായിരിക്കണം. അപ്പൊ ഒറ്റക്കാവുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യാ എന്ന് കരുതരുത്. അങ്ങനെ ചെയ്താൽ ഈ ചെയ്ത നന്മകളൊക്കെ വെറുതെയായി പോകുന്ന ഒരു രംഗം നാളെ പരലോകത്ത് വരാനുണ്ട്. അതുകൊണ്ട് ഈ മാസത്തിൽ നമ്മളതൊക്കെ ഒന്ന് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ച ഒരു സഹോദരിയുടെ കാര്യം, കീമോ നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്ഷീണം കൂടി വരുന്നുണ്ട്. എല്ലാ ഹൈറും ചെറും രോഗം മാറലും മാറാതിരിക്കലൊക്കെ റബ്ബിന്റെ കയ്യിലുള്ള കാര്യമാണ്. നമ്മൾ നിരന്തരമായി 2 കാര്യങ്ങൾ അല്ലാഹ് പറഞ്ഞു, നിങ്ങൾ ചികിത്സയ്ക്ക് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഈ രണ്ടും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്ക് പരിപൂർണമായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അവർക്കും അവരുടെ കുടുംബത്തിനും ഖൈറ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആശ്വസിക്കാനും ക്ഷമിക്കുവാനുമുള്ള കരുത്തും കഴിവും ഈമാനും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അത്തരം പരീക്ഷണങ്ങളിൽ, പ്രയാസങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ ത്വയ്യിബ് തറാഹും വജ്അലിൽ ജന്നത മഅവാഹും. അല്ലാഹുമ്മ ലാ തശ്വി ഖൽഖനാ ബിന്നാർ വലാ തജ്അൽനാ മിൻ ഹതബിൻ നാർ. അല്ലാഹുമ്മ അശ്ഫി അംറാദനാ, اللهم اشف امراضنا، اللهم اشف امراضنا، اللهم ارحم موتانا، اللهم ارحم موتانا. اللهم توفنا مسلمين والحقنا بالصالحين وتوفنا مع الابرار. اللهم اجعل في قبورنا نورا، اللهم افسح لنا قبورنا، اللهم حاسبنا حسابا يسيرا، اللهم اعت كتبنا في ايماننا، اللهم ثقل موازيننا، اللهم اجعلنا ممن تظلهم يوم القيامة، اللهم اجعلنا ممن تظلهم يوم القيامة. اللهم لا تدع لنا ذنبا إلا غفرته ولا هما إلا فرجته ولا دينا إلا قضيته ولا عيبا إلا سترته ولا مرضا إلا شفيته ولا ضالا إلا هديته ولا مبتلا إلا عافيته ولا كربا إلا نفسته ولا حاجة من حوائج الدنيا والآخرة إلا أتممتها بفضلك وكرمك يا أكرم الأكرمين. صلى الله عليه وسلم.